എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1704 ദിവസമാണിന്ന്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ഭാഗ്യലക്ഷ്മിയാണ്. മാഡത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ സൂം പ്ലാറ്റ്ഫോമിലുണ്ട് എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്പ. ഭാഗ്യലക്ഷ്മി മാഡം നമുക്ക് ഒരുപാട് അറിവുകൾ പല വേളകളിലും പങ്കുവച്ചിട്ടുണ്ട്. ഇന്നും മാഡത്തിന്റെ അറിവുകൾ നമുക്ക് ധാരാളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ആദരപുരസ്സരം ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി ഭാഗ്യലക്ഷ്മി മാഡത്തിനെ ക്ഷണിക്കും. മാഡം അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. മാഡത്തിന് കോഹോസ്റ്റ് ആക്കാം. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തേ മാഡം. അൺമ്യൂട്ട് ചെയ്ത് തുടങ്ങാം. എല്ലാവർക്കും ഒരു മണിക്കൂറത്തേക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. ശൈല യൂഷ്വൽ എന്നും എന്നെ പറ്റി പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ശൈലയുടെ വാക്കുകൾക്ക് ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് തുടങ്ങട്ടെ. ക്ലാസ്സുകളെന്ന് പറയാനും കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഒരു 2-3 നമ്മൾക്ക് സാധാരണ കിട്ടുന്ന കേസുകളായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ അതുപോലുള്ള 2-3 കേസ് നമ്മൾ കൊടുത്ത് സക്സസ് ആക്കിയ കേസ് ഞാനിവിടെ പറയാം. അപ്പം അതിൽ ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എനിക്ക് അതൊരു 2005-ലൊക്കെയാണ് എനിക്ക് ആ കേസ് കിട്ടുന്നത്. 10-20 കൊല്ലത്തിന് മുമ്പുള്ളതാണ്. പക്ഷെ നമ്മളന്ന് ഈ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ ഒരു എന്താ പറയാ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ പോലും വയ്യാതെ, അസുഖത്തിന്റെ പേര് കേട്ടിട്ട് എന്താണെന്ന് പോലും അറിയാൻ വയ്യാതിരുന്ന ഒരു കേസാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞിട്ട് അതിന്റെ പേര് ഒരു പേഷ്യന്റ്, അയാളുടെ കുട്ടിയെ 30 വയസ്സുള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പോൾ അയാളുടെ കുട്ടിയെ കൊണ്ട് ആദ്യം ഇവിടെ വന്നതാണ്. വന്നപ്പോ പുള്ളിക്കാരന് ഇതേപോലെ ആദ്യം പറഞ്ഞത് ഇത് എനിക്ക് കുട്ടിക്കെല്ലാം മരുന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ഡോക്ടറെ എനിക്കൊരു അസുഖമുണ്ട്, നിങ്ങൾ എനിക്കൊന്ന് എന്തെങ്കിലും മരുന്ന് തരുമോ, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് അസുഖത്തിന്റെ എന്തോ അസുഖം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തന്ന കാര്യം എനിക്ക് ഡെർമറ്റോമയോസൈറ്റോസിസ് എന്നാണ്. മയോസൈറ്റൈറ്റിസ് ഇതാണ് പറഞ്ഞത്. അപ്പൊ അന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു കാരണവശാലും ഇത് എന്തുവാണെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സംഭവം. ഇന്നത്തെ കാലമാണെങ്കിൽ നമുക്ക് ഉടനെ ഗൂഗിൾ എടുക്കാം, നോക്കാം, മനസ്സിലാക്കാം. പക്ഷെ അന്ന് എന്തുവാണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് മരുന്ന് അസുഖം എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെയാണ് സിംറ്റംസ്, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഒരു വൈറൽ ഫീവർ വന്നു, 2 മാസമായി എനിക്കൊരു വൈറൽ ഫീവർ, 2 മാസമല്ല 2 വർഷമായി എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് ഞാൻ അന്ന് മുതൽ എനിക്ക് ഒരു പുതിയ അസുഖം വന്നതാണ്. ആ അസുഖത്തിന്റെ പേരാണ് ഞാനിപ്പോ പറഞ്ഞത്. എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉണ്ട്. സിംറ്റംസ് ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര. പുള്ളിക്കാരന്റെ ജോലി എന്ന് പറഞ്ഞ നേവൽ ആർക്കിടെക്റ്റ് ആണ്. അപ്പം നേവിയുടെ സകല എന്താ പറയാ ഒരു കപ്പലുണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം, കപ്പലിന്റെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ള, അതിന്റെ വലിയ ആർക്കിടെക്റ്റ് ആണ്. എനിക്ക് US കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ അവിടെ പോയി അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും അവൈൽ ചെയ്ത് ഞാനിങ്ങനെ ഇതായിട്ട് ഒരു പ്രാവശ്യം എനിക്ക് അവിടെ വെച്ചൊരു പനി വന്നു, വൈറൽ ഫീവർ എന്നാണ് പറഞ്ഞ്. അത് ചികിത്സിച്ച് അതിനുശേഷം ഉണ്ടായ ഒരു കാര്യമാണ്. എൻ്റെ സിംറ്റംസ് മസിൽ വീക്ക്നെസ്, ഭയങ്കര വീക്ക്നെസ് ആണ്. എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോ സ്റ്റിറോയിഡിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ കയ്യില് ഇതിലൊക്കെ ഈ നക്കിൾസിലെ ഒക്കെ ഇങ്ങനെ റാഷസ് വരും, ഐലിഡ്സിൽ വരും. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തു പോകാനോ സൺലൈറ്റ് അടിക്കാനോ ഒന്നും പറ്റില്ല. എൻ്റെ കരിയറേ പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വളരെയധികം വിഷമത്തിലാണ് ഡോക്ടറെ. ഒരു 30 വയസ്സുള്ള പയ്യന്, ഭയങ്കര മിടുക്കൻ, ഭയങ്കര ഇതായിട്ട് അവിടെ ചെന്ന് ജോലിയൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ
നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്, നല്ല വരുമാനവും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം പോയി. ഇവിടെ വന്ന് ഇവർക്ക് സ്റ്റീറോയിഡ് ട്രീറ്റ്മെന്റേ ഉള്ളൂ, വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. അതങ്ങോട്ട് പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല. എണീറ്റ് നടക്കാൻ പറ്റ ഒരു സ്ഥലത്തു നിന്ന് ഇരുന്നാൽ എണീക്കാൻ ഒരാളുടെ ഇത് വേണം. ഇപ്പൊ ഞാൻ സ്റ്റീറോയിഡ് കഴിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിപ്പം ഇവിടെ വരാനെങ്കിലും പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ പോവാം. ഇനിയിപ്പോ എനിക്ക് ഡയബറ്റിക് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് ഞാൻ ഡയബറ്റിക് അല്ല. പിന്നെ ഇനി ഇല്ല, ലൈഫ് ഇല്ല മുന്നോട്ട്, എത്ര നാളെന്നുള്ളത് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വാ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാ അതിന്റെ ഒരു ഡയഗ്നോസിസ് ചെയ്യുന്നത് ഈ CPK ഉണ്ടല്ലോ, ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ്, ആ സാധനം കൂടുതലാണ്. അപ്പൊ അന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് നോർമൽ ലെവൽ എന്ന് പറയുന്ന 1 to 120 വരെയാണ് ആകാവുന്ന സ്ഥാനത്ത് അവന്റെ അന്നത്തെ CPK 1324. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. സ്റ്റിറോയിഡ് ഒക്കെ എടുത്താലും ചില സമയത്ത് നോക്കുമ്പോൾ മാത്രം കുറഞ്ഞിരിക്കും, ബാക്കി സമയമെല്ലാം പിന്നെ എനിക്ക് ഭയങ്കര ഇതായിട്ട് കൂടി തന്നെ ഇരിക്കും, കുറയുന്നേ ഇല്ല. സ്റ്റിറോയിഡ് ഒക്കെ ആയിട്ടും കുറയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് നോക്കാം, സ്റ്റിറോയിഡൊക്കെ തുടര്, നമുക്ക് പതുക്കെ മരുന്നുകൾ കഴിച്ചു തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ കേസ് ഹിസ്റ്ററി എടുത്തു, പിന്നെ മെഡിസിൻ എല്ലാം പിന്നെ ഓരോന്നായിട്ട് മരുന്നുകൾ കൊടുത്തു. ആ കേസ് ഞാൻ കംപ്ലീറ്റ് ക്യൂർ ആക്കി. കൊടുത്ത മരുന്നുകൾ ഇപ്പൊ അവൻ വീണ്ടും അവിടെ പോയി കമ്പനിയിൽ ജോയിൻ ചെയ്തു. പിന്നെ ജോയിൻ ചെയ്ത് പിന്നെ നമുക്ക് ഈ ഇപ്പൊ വീണ്ടും ഒരു കുഴപ്പമില്ല. എത്രയോ വർഷമായിട്ട്, ഇപ്പൊ 2005 തൊട്ട് ഒരു 10 വരെയുള്ള ട്രീറ്റ്മെന്റേ വേണ്ടി വന്നുള്ളൂ. 5 കൊല്ലം ചികിത്സിച്ചു. അതിനുശേഷം പിന്നെ CPK കൂടിയിട്ടേ ഇല്ല. അവരുടെ സകല അസുഖങ്ങളും മാറി, ഒരു ക്ഷീണവും ഇല്ല. വളരെ പിന്നെ ഇതായിട്ട് എന്താ പറയാ, വളരെ ഹെൽത്തി ആയിട്ട്. അതിനുശേഷം 2 കുട്ടികളായി. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ അതിന് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ 2 കുട്ടികളുമായി നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു. അപ്പൊ അതിൽ ഞാൻ കൊടുത്ത മരുന്നുകള്, അപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോ അവന് കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങി. പിന്നെ കാറ്ററാക്ട് ഉണ്ടായിരുന്നു 2 കണ്ണിലും. പിന്നെ ഭയങ്കര ഹെമറോയിഡ്സ്, ബ്ലീഡിങ് ടൈപ്പ്. അങ്ങനെ ഈ ഡിംനെസ് ഓഫ് വിഷൻ ആണ് അവന് ഏറ്റവും പ്രശ്നം പറഞ്ഞു. ഇനി എനിക്ക് കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എൻ്റെ വിഷൻ പോകുമെന്നും പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മരുന്നുകൾ, ഞാൻ കൊടുത്ത മെഡിസിൻസ്, കാർസിനോസിൻ, അത് ഇതെടുത്തപ്പോഴേ നമ്മൾ റെപ്പർട്രൈസ് ചെയ്തപ്പോൾ കിട്ടിയതാ. അത്ര അവന്റെ മൈൻഡെല്ലാം ശരിക്കും കാർസിനോസിന്റെ ആണ്. അപ്പം കാർസിനോസിൻ കൊടുത്തു. പിന്നെ ഈ മസിൽ വീക്ക്നെസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഹയർ പൊട്ടൻസി കാർസിനോസിൻ ഹയർ പൊട്ടൻസി ഇല്ല, 200 ആണ് കൊടുത്തത്. പിന്നെ ഒരു അത് ഞാനത് പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. എങ്ങനെയെന്ന് ചോദിച്ചാൽ 2 ഡോസ് വാട്ടർ ഡോസിൽ കൊടുത്തിട്ട് ഡെയിലി 2 പ്രാവശ്യം വീതം അത് കഴിക്കാൻ പറഞ്ഞു. പിന്നെ അഗാരിക്കസ്, അത് 0/3, നേട്രമ്യൂർ 6x, അത് ഈ 3 മരുന്നാണ് ഞാൻ അവന് കൊടുത്തത്. ഈ മെഡിസിൻസ് പിന്നെ മസിൽ പെയിന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഉള്ള മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴപ്പോഴുള്ള അക്യൂട്ട് സിംറ്റംസ് അനുസരിച്ച് മെഡിസിൻസ് കൊടുത്തു. അക്യൂട്ട് കണ്ടീഷൻസ് വരുമ്പം അതിൻ്റെ ഓരോ പെയിൻ്റെ ഇതനുസരിച്ച് ബ്രയോണിയ, റെസ്റ്റോക്സ് ഒക്കെ അപ്പോഴത്തെ അവർ പറയുമ്പോൾ അത് കൊടുക്കും. അതുമെല്ലാം ഞാൻ ലോ പൊട്ടൻസി, ബ്രയോണിയ ഒക്കെ 6 പൊട്ടൻസിയിലൊക്കെയാണ് കൊടുത്തപ്പോൾ നല്ല സ്വെല്ലിംഗ് ഒക്കെ കാണും ചില സമയത്ത്. അങ്ങനെയൊക്കെ നോക്കിയ, പക്ഷെ ഓരോ പ്രാവശ്യവും നമ്മളുടെ മെഡിസിൻ ചെന്നിട്ട് നമ്മൾ മാസം CPK നോക്കിക്കൊണ്ടിരുന്നു. അതിലെല്ലാം കുറഞ്ഞ് തന്നെ വന്നു. അത് 120 താഴെ വരെ. ഇപ്പോഴൊക്കെ നോക്കുമ്പോഴെപ്പോഴും 115, 110, 100 ഇങ്ങനെ ആ ഒരു റേഞ്ചിൽ തന്നെ പോകുന്നു. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അങ്ങ് US പുള്ളി ഒരു വലിയൊരു കപ്പലൊക്കെ നിർമ്മിച്ച് സ്വന്തമായിട്ട് അതിനൊക്കെ ഫോട്ടോ ഒക്കെ എപ്പോഴും എനിക്ക് അയച്ചു തരും. എപ്പോഴും നമ്മളോട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നമാണ്. ആ കേസ്, അതിന്റെ ആ കണ്ടീഷന്റെ പേര് തന്നെ ഡെർമറ്റോമയോസൈറ്റിസ്. അപ്പൊ ഈ സംഭവത്തിന് ഇപ്പോഴൊക്കെയാണ് ഞാൻ അതിനെ കൂടുതൽ പഠിച്ചത്. നമുക്ക് ഇതിൽ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അതിനകത്ത് പറയുന്നത് അത് ഓട്ടോ ഇമ്മ്യൂൺ ആയി കഴിഞ്ഞു. ഓട്ടോ ഇമ്മ്യൂൺ ആണ്, പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, ദെയർ ഇസ് നോ ക്യൂർ.
എന്നാണ് അവരുടെ പറച്ചില്. പക്ഷെ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കേസ് പിന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റി നല്ല ഇതായിട്ട്. പിന്നെ അടുത്ത ഒരു കേസ് ഇതേപോലെ തന്നെയുള്ള ഒരു കേസാണ്. അത് ആക്ടിനോമൈക്കോസിസ്. നമ്മള് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ട്രീറ്റ്മെന്റ് എനിക്ക് ഈ അടുത്ത കാലത്താണ് അത് കിട്ടിയത്. അത് നല്ലപോലെ പിന്നെ അതിന്റെ പേര് അത് ഡയഗ്നോസിസ് വന്ന് ആക്ടിനോമൈക്കോട്ടിക്സ് മൈസറ്റോമ ലെഫ്റ്റ് ഫുട്ട്. അത് ഒരു പയ്യൻ തന്നെ 39 വയസ്സുള്ള അയാൾക്ക് പിന്നെ പേഷ്യന്റ് നമ്മുടെ ഇതല്ല, നോർത്ത് ഇന്ത്യനാ, ജാർഖണ്ഡിലുള്ളതാ. എനിക്ക് എന്നെ എങ്ങനെയോ അയാള് മനസ്സിലാക്കിക്കൊണ്ട് വിളിച്ചതാ. ഓൺലൈനിലെ കൺസൾട്ട് ചെയ്തിട്ടുള്ളൂ, ഇതുവരെ പേഷ്യന്റിനെ കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ കേസിൽ ഞാൻ പിന്നെ നോക്കുമ്പോ കാല് കണ്ട നമ്മൾ പേടിച്ചു. ഒരു ഫുട്ബോളിന്റെ അത്രയുണ്ട് ലെഫ്റ്റ് കാല്, അകം, പുറമേ അല്ല നീര്, പുറത്തേക്ക് തള്ളി സോളില് അത്ര സ്വെല്ലിങ്ങും മുഴുവൻ കറുത്ത് വ്രണങ്ങളും. അപ്പൊ പുള്ളിക്കാരന് ഇതേപോലെ ഗോവ ബീച്ചിലെങ്ങാണ്ട് വന്നിട്ട് ബെയർഫുട്ടായിട്ട് നടന്നു കഴിഞ്ഞപ്പോ എന്തോ ഒന്ന് കടിച്ച പോലെ തോന്നിയെന്ന് പറഞ്ഞ്. പക്ഷെ ആ തോന്നലിൽ നിന്ന് വീട്ടിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് അത് നല്ലപോലെ സ്വെല്ലിംഗ് ആയി, പെയിനായി. അങ്ങനെ ചെറിയ 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 കറുത്ത ഗ്രാന്യൂൾസ് പോലെ അതിന്റെ ചുറ്റും അകത്ത് സോളിലെല്ലാം അങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മള് പിന്നെ ഞാനത് അല്ല, അവരാദ്യം കൊണ്ടുപോയി മെഡിസിൻ കഴിച്ചത് പിന്നെ അലോപ്പതിയിൽ. അതും ഈ പറഞ്ഞതുപോലെ മെഡിസിൻ കൊടുക്കും, ഏതാണ്ടൊക്കെ മരുന്നുകൾ, ആന്റിബയോട്ടിക്സുകളും കാര്യങ്ങളും ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഒക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ ഡയഗ്നോസ് ചെയ്തു ഇതാണ് സംഭവം എന്ന്. പക്ഷെ പിന്നെ ഇതിൽ നിന്നിങ്ങനെ ഒരു തരം കറുത്ത പൊടി നമ്മുടെ ചെറിയ മറ്റേ നമ്മുടെ ചരലിനെ പോലെ, കറുത്ത ചരല് പോലെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും. ഇടയ്ക്കിടയ്ക്ക് നിറച്ച് കട്ടിലയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന അത്ര. അതെന്തൊരു സാധനമാണെന്ന് അറിയത്തില്ല, കറുത്തിരിക്കും. ഒത്തിരി സാധനം ഇങ്ങനെ എന്താ പറയാ, അയാള് വാരിയെടുക്കാന്നാ പറയുന്നത്, ഇങ്ങനെ തൂത്തെടുക്കാൻ പറ്റും. ആ രീതിയിലാണ് പിന്നെ ഇത് വീഴുന്നത്. അങ്ങനെ അത് അലോപ്പതി അവരും സ്റ്റിറോയിഡും ഒക്കെ ഒരുപാട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അവസാനം പിന്നെ അതിൽ കുറയാത്തോണ്ട് അവർ ആയുർവേദം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ഒരു കുറച്ചൊക്കെ കുറവ് വരും, പിന്നെയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പെയിൻ ഒക്കെ ആയുർവേദം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു. സ്വെല്ലിങ്ങും എന്നെ കാണിക്കുമ്പോൾ പറഞ്ഞു ഇതിനേക്കാളും ഉണ്ടായിരുന്നു, ആയുർവേദം കഴിച്ചുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് മരുന്ന് കിട്ടാനും പാട്. അവരിവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കണ്ട് ഒരു ആയുർവേദക്കാരനെ കണ്ട്, അയാളാണ് മരുന്ന് അയച്ചു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അയച്ചു കൊടുക്കുമ്പോഴും പക്ഷെ അവർക്ക് മെഡിസിൻ അങ്ങ് എത്താനും കിട്ടാനും ഒക്കെ പാട്. അതുകൊണ്ട് പിന്നെ നമ്മള് നമുക്ക് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. പറഞ്ഞാ കൊടുക്കാം, നോക്കാം. നമ്മൾ അതിൽ നിന്ന് പിന്നെ ഞാൻ ആ കേസൊക്കെ പഠിച്ചു. അപ്പം പിന്നെ അതിനുശേഷം നമുക്ക് കിട്ടിയ മെഡിസിൻ കാലിഐഡൈഡും ഹെക്ലലാബ, ഈ രണ്ട് മരുന്ന്, ആസിഡ് നൈട്രിക്, ഈ 3എണ്ണമാണ് നമ്മുടെ ഇതിനെ കിട്ടിയത്. പിന്നെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു തൂജയും കൂടെ കൊടുത്തു. എന്തായാലും കോവിഡ് വന്നിട്ടുണ്ട്, കോവിഡിന്റെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാം കൂടെ ചേർന്ന് ഞാൻ തൂജയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. തൂജ കൊടുത്തു, തൂജ വണ്ണം കൊടുത്തു. ആസിഡ് നൈട്രിക്കും വണ്ണമാണ് കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ആസിഡ് നൈട്രിക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു, വീക്കിലി വൺസ്. തൂജ ഒരു പ്രാവശ്യം കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കാലിഐഡൈഡ് 30 ഡെയിലി ഡോസ്, ഹെക്ലലാബ 3x, ഇത് രണ്ടും കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ MCH ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, പിന്നെ മെറിസ്റ്റിക്ക, പിന്നെ കലൻഡുല, ഹൈപ്പറിക്കം, ഈ 3 ടിഞ്ചറും കൂടെ ചേർത്തിട്ടുള്ള എൻ്റെ ഒരു പിന്നെ കോമ്പിനേഷൻ ഉണ്ട് എക്സ്റ്റേണൽ. ഞാനത് പണ്ടും നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. അത് കൊടുത്തു. അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഒരു അതുകൊണ്ട് ക്ലീൻ ആക്കിക്കോളാൻ പറഞ്ഞു. എക്സ്റ്റേണൽ അതും ചെയ്ത്, വേറെ ഓയിൻമെന്റ് അങ്ങനത്തെ ഒന്നും ഇടണ്ട, എക്സ്റ്റേണൽ അതും ചെയ്തിട്ട് നല്ലപോലെ പിന്നെ ഇത്
മരുന്നും ഇത് പറഞ്ഞിട്ട് വേറെ ഓയിൻമെന്റേ ഇടരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഈ മരുന്നും മാത്രം ഇട്ട് ഉള്ളിൽ ഈ മെഡിസിനും കഴിച്ചു. ഫസ്റ്റ് മന്തിൽ വന്നപ്പം ഒരു ചേഞ്ചും ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞ്. അങ്ങനെയാണ് സെക്കൻഡ് മന്ത് ആയപ്പോഴത്തേക്ക് ഈ ഗ്രാന്യൂൾസ് വരുന്ന അങ്ങ് നിന്ന് ഡിസ്ചാർജ് ആയി. പഴുപ്പും ജലവും എല്ലാം കൂടി ഇങ്ങനെ ഒഴുകലായി, ഗ്രാന്യൂൾസ് വരുന്നില്ല. അപ്പം പിന്നെ തേർഡ് മന്ത് ഒക്കെ ആയപ്പോൾ ഞാൻ മെഡിസിൻ മാറ്റിയില്ല. തേർഡ് മന്ത് ആയപ്പോഴത്തേക്ക് പിന്നെ ഡിസ്ചാർജും കുറഞ്ഞു തുടങ്ങി. ഡിസ്ചാർജിന്റെ ഈ പസ്സിന്റെ പിന്നെ എന്താ ഇതുണ്ടല്ലോ, പസ്സിന്റെ കൺസിസ്റ്റൻസി കുറഞ്ഞിട്ട് വെറും വെള്ളം പോലായി, വെള്ളം മുഴുവലായി. അടുത്ത മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഓരോ പൊസിഷനിൽ ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇത്രയും ഭാഗം അങ്ങ് ഉണങ്ങി നേരെയായി, ബാക്കി ഇങ്ങോട്ടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സ്ഥലത്തിലേക്ക് വീണ്ടും ഞാൻ മെഡിസിൻ ഇത് തന്നെ കൊടുത്തു, വേറെ ഒന്നും മാറ്റിയിട്ടില്ല. ഇതുവരെയും പൊട്ടൻസി മാറ്റിയില്ല, ഒന്നും മാറ്റില്ല. റെഗുലർ ആയിട്ട് ആ മെഡിസിൻ കൊടുക്കുകയാണ്. പക്ഷെ നല്ല റിലീഫ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം കൂടെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ക്യൂർ ആകും. നമ്മുടെ കാലി അയഡൈഡും ഹെക്ലാലാബ ഈ രണ്ട് ഇത് ഞാൻ നമ്മുടെ റെപ്പർട്ടറി നോക്കി കണ്ടുപിടിച്ച ആക്ടിനോമൈക്കോസിന്റെ മെഡിസിൻ ഒക്കെ കണ്ടുപിടിച്ചത് അതിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കേസ് നല്ല രീതിയിൽ ഇതൊക്കെ നമുക്ക് ചികിത്സിക്കാം എന്ന് നമുക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും ഇതിൻ്റെതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ധൈര്യപൂർവ്വം മരുന്ന് കൊടുക്കാം. നമുക്ക് മരുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് മരുന്നുണ്ട്. റെപ്പർട്ടറി തപ്പിയാൽ ഇതുപോലൊക്കെയുള്ള കണ്ടീഷൻസിന് നമുക്ക് മരുന്ന് ചെയ്യാം. ആദ്യം പറഞ്ഞ കേസിൽ പക്ഷെ ഞാൻ അങ്ങനെ ഇതായിട്ട് നോക്കി നമ്മൾ ആ രീതിയിലൊന്നും നമുക്ക് റെപ്പർട്ടറിയിൽ ഇല്ല. പക്ഷെ പിന്നെ ഇതായിട്ട് നമുക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ പുള്ളി കാർസിനോസിനായിരുന്നു. അപ്പൊ ആ കാർസിനോസിന്റെ ഇതും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ആ കേസിനെ ചികിത്സിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു കേസ്, അത് നമ്മള് പിന്നെ അത് നമുക്കിപ്പോ സ്ഥിരമായിട്ട് കിട്ടാൻ പറ്റുന്ന കേസാണ്. അത് പോളിസൈത്തീമിയ. അതുണ്ടല്ലോ കേസസ് കിട്ടാം, ഇപ്പൊ ഒരുപാട് പേർക്കുണ്ട് അത്. പോളിസൈത്തീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതില് അറിയാമല്ലോ, ഇത് വരുന്നേ ഹീമോഗ്ലോബിൻ ലെവൽ അങ്ങ് കൂടി പിന്നെ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഇത് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞൊക്കെ പോവുകയും. പക്ഷെ ഇത് കൂടുതലും നമുക്ക് ഈ പിന്നെ പോളിസൈത്തീമിയയുടെ കേസിൽ എനിക്ക് ഒരു കേസ് ഒരു 75 വയസ്സ്, എനിക്ക് പല കേസുകളും ഉണ്ട്, എന്നാൽ ഇതാണെന്ന് എനിക്ക് ഏറ്റവും ഞാനിപ്പോ പറയാൻ നോക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ പ്രാവശ്യവും 18 എബോവ് ആണ്. അവരുടെ അത് കുറയത്തേ ഇല്ല. അവർക്ക് ഏതാണ്ട് ഒരു 60 വയസ്സ്, എൻ്റെ അടുത്ത് വരുമ്പോൾ 75 വയസ്സുണ്ട്. ഒരു 60 വയസ്സിൽ തുടങ്ങിയതാ, അന്ന് മുതൽ അവർ സ്റ്റിറോയിഡിലാണ്. അപ്പൊ ആ സ്റ്റിറോയിഡ് പിന്നെ അതിന്റെ കണ്ടീഷന് സ്റ്റിറോയിഡ് ഒന്ന് കുറച്ച് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം സ്റ്റിറോയിഡില് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, മെഡിസിൻസ് ഒക്കെ ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞ് മെഡിസിൻ കൊടുത്തു തുടങ്ങി. അപ്പൊ ഇവരുടെ ഇത് കൂടി കഴിയുമ്പോൾ ഇവർ പോയിട്ട് ബ്ലഡ് ട്രെയിൻ ചെയ്ത് കളയും, ഇല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല. ഭയങ്കരമായിട്ട് ചെസ്റ്റിന്റെ ഹെവിനെസ്സും പിന്നെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളും എല്ലാം ഇതാകുകയും പിന്നെ നടക്കാൻ പോലും പറ്റാത്തുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്താറുണ്ട്. അതുകൊണ്ട് അവര് പിന്നെ ഓടിപ്പോയി ചെന്ന് ബ്ലഡ് ട്രെയിൻ ചെയ്ത് കളയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ അത് മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. എന്നിട്ട് ഇത് കൂടാതിരിക്കാൻ അവർ സ്റ്റിറോയിഡ് കൊടുത്തിരിക്കുക. പക്ഷെ ഒരു ആക്ഷനും അതിനകത്തില്ല. ഒരു 2 മാസം അല്ലെ 3 മാസം കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് വന്നു, ഞാൻ അവർക്ക് കൊടുത്ത മരുന്ന് പിന്നെ നമുക്ക് പോളിസൈത്തീമിയയ്ക്ക് മെയിൻ 3 മാർക്ക് റെമഡി പറയുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പൊ ഫോസ്ഫറസ് ഞാൻ നോക്കിയ അവരുടെ സിംറ്റത്തിലും ഫോസ്ഫറസ് ഉണ്ട്, ഹെവിനെസ് ഓഫ് ചെസ്റ്റ്. അപ്പൊ അതില് പിന്നെ ഞാന് ഫോസ്ഫറസ് 0/3 ആണ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തത്. അത് വാട്ടർ ഡോസിൽ കൊടുത്തു. പിന്നെ അവർക്ക് പെറമെറ്റ് 30 അതും റിപ്പീറ്റഡ് കൊടുത്തു. പിന്നെ കേസ് ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതുപോലൊക്കെയുള്ള കണ്ടീഷൻസിന്
ഞാനെല്ലാം കൺഫ്യൂഷൻ നോക്കിയപ്പോൾ അവരും ഈ കാർസിനോസിൻ തന്നെയാണ് വരുന്നത്. അങ്ങനെ അവർക്ക് ഞാൻ കാർസിനോസിൻ വണ്ണം ഇടയ്ക്കൊക്കെ ഇന്റർകറന്റ് ആയിട്ട് കൊടുത്തു. ബാക്കി ഫോസ്ഫറസും പിന്നെ ഇതും കറക്റ്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ അവർക്ക് ബ്ലഡ് ട്രെയിൻ ചെയ്ത് കളയേണ്ടി വന്നിട്ടില്ല. അവരുടെ ഒരു 17 ഒരു ചിലപ്പം 17 താഴെ കാണും, ചില മാസങ്ങളിൽ 17 മുകളിൽ പോകും. പക്ഷെ അവർക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. 18 കഴിഞ്ഞു പോയാൽ അവർ പോയി ചെന്ന് ട്രെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ മെഡിസിൻ എടുത്തതിന് ശേഷം പിന്നെ അവർക്ക് ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്രയും ഒരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ 2-3 കേസാണ് ഞാൻ നോക്കി വെച്ചിരുന്നത്. അപ്പം ഇതെല്ലാം സാധാരണ. പിന്നെ ഒരു ഓസ്റ്റിയോമലേഷ്യ കേസ്. ഓസ്റ്റിയോമലേഷ്യക്ക് അതൊരു കൊച്ചു പയ്യനായിരുന്നു, 18 വയസ്സ്. അവന്റെ പിന്നെ ആ ഒരു കേസില് ഏറ്റവും കൂടുതൽ അവന് ബുദ്ധിമുട്ട് പറയുന്നത് അത് ഒരു 15 വയസ്സിന്റെ സമയത്ത് എൻ്റെ അടുത്ത് വരുമ്പോ 18 വയസ്സായി. 15 വയസ്സില് അവന് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ ക്രിക്കറ്റ് ബോള് പിന്നെ കൊണ്ട് ഒരു എയർ കിട്ടി ഹിപ്പിൽ തന്നെ. അന്ന് ഭയങ്കര പെയിൻ ആയിരുന്നു. കൊണ്ടുപോയി മരുന്നുകളൊക്കെ കഴിച്ചു. എക്സ്റേ നോക്കി, എക്സ്റേയിൽ പൊട്ടലൊന്നും കണ്ടില്ല. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അവന് പിന്നെ ഒരു MRI ഒക്കെ നോക്കി അവര്, അതിനകത്തൊന്നും വേറെ ഇത് കണ്ടില്ല. പക്ഷെ ആ സൈഡ് വെച്ച് അവന് പിന്നെ കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, പിന്നെ കുറച്ച് സമയം പോലും കിടക്കാൻ വയ്യ എന്നുള്ളതാണ്. രാത്രി കിടന്നു കഴിഞ്ഞാൽ അവന് പെയിനാണ്. അപ്പൊ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച് വന്നപ്പോ അവിടുത്തെ പെയിൻ കുറഞ്ഞു. പക്ഷെ കാഫ് മസിൽസിൽ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര പെയിൻ. അങ്ങനെ അവസാനം പിന്നെ ഓരോ ഫിസിയോതെറാപ്പി, പെയിൻ കില്ലർ, ഇത് കൊണ്ടും ജീവിക്കുക അവൻ. ഈ 3 കൊല്ലമായിട്ട് അവൻ ഇതില്ല. എൻ്റെ അടുത്ത് വരുമ്പം ഞാനൊന്ന് പറഞ്ഞത് ഇത്രയും നാളെ മെഡിസിനൊക്കെ കഴിച്ചതല്ലേ എന്ന് പറഞ്ഞ് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പോ പിന്നെ ഇതൊക്കെ കൂടുതൽ, ലിവർ എൻസൈംസ് എല്ലാം കൂടുതൽ, പിന്നെ ഹീമോഗ്ലോബിൻ കുറവ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവന് ഞാൻ കൊടുത്ത മരുന്നെന്ന് പറയാൻ കേസ് ഇതായിട്ട് ഡീറ്റെയിൽ ചെയ്ത് പഠിച്ച് നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയത് അർജന്റമെറ്റാണ്. അങ്ങനെ അർജന്റമെറ്റിന്റെ 1 ml 2 ഡോസ് കൊടുത്തു. പിന്നെ ഞാൻ പിന്നെ പെയിനായിട്ട് മാക്പോസും അങ്ങനെയൊക്കെ ഇതായിട്ടുള്ള മരുന്നുകളെ കൊടുത്തുള്ളൂ. മെയിനായിട്ട് ഈ മരുന്ന് 2 ഡോസ് മാത്രം കൊടുത്തു ഇട്ടു. പിന്നെ സൈലീഷ്യ 6X, എല്ലിന്റെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് സൈലീഷ്യയും കാൽക്കേറിയ പോസും, ഈ 2 മെഡിസിൻ 6X കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. പക്ഷെ ആദ്യത്തെ പറഞ്ഞ പെയിനൊക്കെ കുറവുണ്ട്, പെയിനൊക്കെ ഉണ്ട്, എനിക്ക് കിടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ജനറലി ഒരു ബെറ്റർ ആണെന്ന് തോന്നുന്നു. എനിക്ക് എന്തോ അങ്ങനെ തോന്നുന്നു. അപ്പൊ പിന്നെ ഞാനത് നോക്കി. പിറ്റേ മാസം വന്നപ്പോഴത്തേക്കും വേറെ ഇതൊന്നും പറഞ്ഞ ഞാൻ SLR 2 ഡോസ് കൊടുത്തിട്ട് പിന്നെ സൈലീഷ്യയും ഇതും തന്നെ കൊടുത്തു, കാൽക്കേറിയ പോസും തന്നെ കൊടുത്തു. അത് കൊടുത്തിട്ടും 3rd വിസിറ്റിന് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് എല്ലാ പെയിനും ഭയങ്കര കൂടുതൽ, ഒരു രക്ഷയില്ല. അതിൽ മോസ്റ്റ് ഇതായിട്ടുള്ളത് എൻ്റെ കാഫ് മസിലിന്റെ പെയിൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് അവന് പിന്നെ സിഫിലിൻ 10 ml 1 ഡോസ് കൊടുത്തു. 1 ഡോസും കൊടുത്തിട്ട് പിന്നെ സിംഫൈറ്റം 30യും സൈലീഷ്യ 6X കൊടുത്തു. അത് ആ കേസിൽ അവന് ഭയങ്കര റിലീഫായി. സിഫിലിൻ 1 ഡോസ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ രാത്രിയിലുള്ള പെയിനും കാര്യങ്ങളും എല്ലാം മാറി. പിന്നെ ഈ ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്, കിടക്കാനും ഉറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോഴും 2 ദിവസം മുമ്പും വന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. കുഴപ്പമൊന്നുമില്ല. അവൻ കളിക്കാനൊക്കെ വീണ്ടും തുടങ്ങി. ഡ്രൈവിംഗ് ആണ് അവന്റെ ഏറ്റവും വലിയ ഹോബി. ഇപ്പൊ ഡ്രൈവ് ചെയ്ത പിന്നെ ഇവിടെ ശാർക്കര ഉള്ളതാ. അപ്പം അവിടുന്ന് ഇവിടം വരെയൊക്കെ ഡ്രൈവിങ് പറ്റത്തില്ല. അവരുടെ വീട്ടിന്റെ അടുത്ത് പോലും ഒന്ന് വണ്ടി എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം ട്രിവാൻഡ്രം വരെയൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. വളരെ പ്രയാസമില്ലാതെ എങ്ങനെ പോണു. അപ്പൊ അതും ഒരു കേസ്. ഈ 4 കേസാണ് ഞാൻ ഇപ്പോഴത്തേക്ക് നോക്കിയത്. അപ്പം പിന്നെ ഇനി നമുക്ക് സംസാരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ. ശൈല എന്ത് പറയുന്നു? എന്തെങ്കിലുമൊക്കെ അതിന് അൺമ്യൂട്ട് ചെയ്യാം. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക്
നമ്മുടെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അഭിപ്രായങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. മാഡത്തിനെ കിട്ടിയ സമയമാണ്. എന്തെങ്കിലുമൊക്കെ കേസുകൾ സംശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ നന്നായിരിക്കും. മാഡം, ഈ ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് ടെസ്റ്റിൽ ആ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ക്ഷീണവും പിന്നെ പനിയായിട്ടാണ് വന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മോണോസൈറ്റ്സ് ഇല്ല, 0 ആണ്. അപ്പൊ അത് മോണോസൈറ്റോപീനിയ. അതപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മൾ ചിന്തിക്കണം? എന്തുകൊണ്ടായിരിക്കും? മോണോസൈറ്റ് കൗണ്ട് സാധാരണ ആനുപാതികമായിട്ട് വരേണ്ടതാണ്, പക്ഷെ 0 ആണ് വന്നിരിക്കുന്നത്. പനി മാത്രമേ ഉള്ളൂ സിംറ്റംസ്? ഇപ്പൊ പനി മാത്രമേ ഉള്ളൂ, അക്യൂട്ട്. പിന്നെ ഇടയ്ക്ക് കാലുവേദന വരാറുണ്ടെന്ന് പറഞ്ഞു. ഹീമോഗ്ലോബിനും ബാക്കി ലൂക്കോസൈറ്റ് കൗണ്ട് എല്ലാം കറക്റ്റാണ്. ഹീമോഗ്ലോബിൻ മോണോസൈറ്റ്സ് മാത്രം. ടോട്ടൽ കൗണ്ട് നോർമലാണ്. കൃത്യമായിട്ടുള്ള ഓർമ്മയില്ല, 11 താഴെയാണ്. ഒരു 8000 കൊണ്ടാണെന്ന് തോന്നുന്നു, 8 9 ഒക്കെയാണ്. അല്ല, അപ്പൊ അത് നമുക്ക് വൈറലാണോ? മറ്റേ ന്യൂട്രോപ്പീനിയ അങ്ങനെ വല്ലതും ഉണ്ടോ? വൈറലാണോ? അല്ല, ജനറൽ കൗണ്ട് കുറവില്ല. വേറെ ഒന്നും കുഴപ്പമില്ല? വേറെ കൗണ്ട് ഒന്നും കുറവില്ല. ലൂക്കോസൈറ്റ് കൗണ്ട് ടോട്ടൽ നോർമൽ, പക്ഷെ മോണോസൈറ്റ്സ് മാത്രം നില്ല്. അതിപ്പോ നമുക്ക് അങ്ങനെ എടുക്കാൻ ഒക്കത്തില്ല. പനിയുടെ സിംറ്റംസ് എടുത്ത് നോക്കി പനി കുറയ്ക്കാൻ നോക്കുക. പനിയൊക്കെ കുറഞ്ഞു. ശൈല, ഒരു മിനിറ്റ് എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു, ഞാനൊന്ന് ചാർജിൽ ഇട്ടോട്ടെ. ഇത് വരുന്നല്ലേ? കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഒരു ചെറിയ ഗ്ലെയർ അടിക്കും. ഇപ്പൊ നേരെയാണോ? പൊസിഷൻ തിരിഞ്ഞ്. അപ്പം പിന്നെ ബ്ലഡില് ഹീമോഗ്ലോബിൻ 12.8 എന്റെ മൊബൈൽ കിടപ്പുണ്ട്. ടോട്ടൽ WBC കുറച്ചൊരു കുറവ് 5500. അല്ല ശൈല, ഇപ്പൊ നമ്മൾ അതിന് ഇമ്പോർട്ടന്റ് പനിയൊക്കെ കുറഞ്ഞ്, പനിയെല്ലാം കുറഞ്ഞ് കുട്ടി ഒരുവിധം നോർമൽ ആയി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്ക്. മോണോസൈറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 മാസം കഴിയുമ്പം എന്തായാലും നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുമ്പോൾ മോണോസൈറ്റ് വീണ്ടും 0 ആണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് വിശദമായി. അതെ, അങ്ങനെ മതി. നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നന്നായിട്ട് ടെമ്പറേച്ചറും പനിയൊക്കെ ഇരുന്നത് കൊണ്ടാണോ കുട്ടിയുടെ ബ്ലഡിന്റെ ഡിസ്ക്രേഷ്യ അങ്ങനെ വന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ വിട്ടിരിക്കും. എന്തോ? അങ്ങനെ പറഞ്ഞാണ് ഞാൻ ആ പേഷ്യന്റിനെ വിട്ടിരിക്കുന്നത്. അല്ല, ഇനി നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലേ അറിയാം. എനിക്കിപ്പോ അങ്ങനെ ഈ ചോദ്യം ചോദിച്ചാൽ പറയാൻ അറിഞ്ഞുകൂടാ. നമ്മള് പഠിക്കണം ഇനി എന്തുവാന്നുള്ളത്. ഇതിലൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് ഡീപ്പായിട്ട് പഠിക്കുന്നത്. മോണോസൈറ്റോപീനിയ അത് ചിലപ്പോ എന്തെങ്കിലും ഞാനൊന്ന് റെഫർ ചെയ്തൊക്കെ നോക്കി. എന്തെങ്കിലും ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ വരാം. പിന്നെ സാധാരണ മോണോസൈറ്റോപീനിയ ഉണ്ടെങ്കിൽ എപ്പോഴും സിവിയർ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാവുക. പക്ഷെ അത് ആ കുട്ടിക്ക് അങ്ങനെ എപ്പോഴും സിവിയർ ഇൻഫെക്ഷൻ ഒന്നുമില്ല. 42 വയസ്സുള്ള ഒരു ലേഡിയാണ്. 38 വയസ്സുള്ള ഒരു ലേഡിയാണ്. പക്ഷെ അങ്ങനെ എപ്പോഴും സിവിയർ ഇൻഫെക്ഷൻ എന്ന ഹിസ്റ്ററി ഇതുവരെ ഇല്ല. ആള് പക്ഷെ മെലിഞ്ഞ് വളരെ മെലിഞ്ഞ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ലോസ് വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ആരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, അവര് പോയോ? ഏതോ ഒരു ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു കണ്ട പോലെ എനിക്ക് തോന്നി. എന്തെങ്കിലും നീ മറ്റു ഡോക്ടേഴ്സിന് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോണേ. ആരും ചോദിക്കാനില്ലാത്തപ്പോ ഞാൻ ചോദിച്ചോളാം.
അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ആരാണിത്? ആ ആരെങ്കിലും ചോദിച്ചാൽ ഹലോ ഡോക്ടറെ, റൈനിയാ. ഹലോ എന്തോ? ഡോക്ടറെ, റൈനിയാ. ഹലോ, റൈനി. റൈനിയായിരുന്നു ഡോക്ടർ. പറയും. ഡോക്ടറെ, ഒരു ലേഡി 70-year ലേഡിയാണ്. പുള്ളിക്കാരത്തിക്ക് പൊത്തപ്പുറത്ത് കാലിന്റെ പൊത്തപ്പുറത്ത് നീരുണ്ട്. അതൊരു 3-4 മാസമായി. എവിടുന്നൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. നീരെന്ന് പറയുമ്പോൾ സീവിയർ പെയിൻഫുൾ ആണ്. നടക്കാൻ വയ്യ, എണിക്കാൻ വയ്യ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും സിംറ്റംസ് കാണിക്കുന്നില്ല. BP മാത്രമേ ഉണ്ട്. BPക്ക് അത്രയും ഞാൻ നോക്കിയിട്ട് അത്രയും കൂടുതലും അല്ല. പക്ഷെ ഈ പൊത്തപ്പുറത്ത് അങ്ങ് നീര് ഇങ്ങനെ കെട്ടി ഇങ്ങനെ കിടക്കുക അവർക്ക്. അതൊരു 4 മാസമായി അവർക്ക് ഇങ്ങനെ. പക്ഷെ അവർക്ക് നടക്കാൻ വയ്യ. അതുകൊണ്ട് അവരങ്ങ് ഇരിപ്പായതുകൊണ്ട് അങ്ങ് ഇച്ചിരി കൂടെ അങ്ങ് ബൾക്കി ആയിട്ടുണ്ട്. പക്ഷെ സിവിയർ വേദനയുണ്ട്. അപ്പം ഇങ്ങനെ കേസ് ഇങ്ങനെ നിൽക്കുക. പ്രത്യേകിച്ച് അവർക്ക് ഒരു സിംറ്റംസും വേറെ ഞാൻ കാണുന്നുമില്ല. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തോ? കാൽഷ്യം ഇല്ല, യൂറിക് ആസിഡ് ഇല്ല, കൊളസ്ട്രോൾ നോർമൽ, ഷുഗർ ഇല്ല. ക്രിയാറ്റിനോ? പിന്നെ കാൽഷ്യം വെക്കുമോ? എന്ത് ഡോക്ടറെ? കിഡ്നി ഫങ്ഷൻ? കിഡ്നി RFT നോർമൽ ആണ്. ലിവറിനകത്ത് ഒരു OTക്കകത്ത് ഒരു 30-45 കാണിക്കുന്നുണ്ട്. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ കാൽഷ്യം ആണ് 8.5 ഉള്ളു. എത്ര പ്രായമുണ്ട്? പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും 70. യൂറിൻ നേരെ പോകുന്നുണ്ടോ? യൂറിൻ ഒക്കെ പോകുന്നുണ്ട്. യൂറിൻ ഒക്കെ ഒന്നും അവർക്ക് ഒരു പ്രോബ്ലംസും അവർ പറഞ്ഞു. അവർ ഹാപ്പിയാണ്. പക്ഷെ കാലിന്റെ പൊത്തപ്പുറത്ത് ഈ സ്വെല്ലിങ് ആയതുകൊണ്ട് ഇഡിമേറ്റേഴ്സ് ആണ്. ഇങ്ങനെ കുത്തി നോക്കിയപ്പം ഇങ്ങനെ ഒരു അത് ഇത്രയും ഈ 4 മാസം ആയതുകൊണ്ട് ഇഡിമേറ്റേഴ്സ് ആയതായിരിക്കും. അപ്പം അത് അവർക്ക് നടക്കാൻ വയ്യ. സിവിയർ പെയിൻഫുള്ളും ആണ്. വേദന എന്നേ പറയുന്നുണ്ട്. ഈ വേദന ഉള്ളത് കൊണ്ട് അവർ നടക്കുന്നില്ല. അവർ വേറെ ഒരു പ്രോബ്ലംസും അവർക്ക് കാണിക്കുന്നുമില്ല. ഞാൻ ക്രിയേറ്റിനൊക്കെ നോക്കി. എന്തോ ഡോക്ടറെ? ഇല്ല, ആറേ നോക്കിയില്ല ഞാന്. CRP ഒക്കെ ചെക്ക് ചെയ്യിപ്പിര്. എന്നിട്ട് നമ്മുടെ നീരിന്റെ സാധാരണ മെഡിസിൻസ് നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ എപ്പിസോ പിന്നെ മറ്റേ എപ്പിസ് കൊടുത്ത് വർക്ക് ചെയ്തില്ല തഴുതാമയുടെ ഡോക്ടറെ. ബൊറേവിയ. എന്തോ? എപ്പിസ് കൊടുത്തു നോക്കി, വർക്ക് ചെയ്തില്ല. നമ്മുടെ സാധാരണ ദേഹത്ത് നീരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റേ തഴുതാമയുടെ മരുന്നുണ്ടല്ലോ, ബൊറേവിയ. അതൊന്ന് കൊടുത്തു നോക്ക്. ടിഞ്ചർ ഇച്ചിരി 10 തുള്ളി വെച്ച് 2 നേരം 3 നേരം കൊടുത്തു നോക്ക്. ഒരാഴ്ചയൊക്കെ കൊടുത്താലേ അനാവശ്യമായിട്ടുള്ള നീരുവല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിക്കോളും. ഓക്കെ. അത് 10 തുള്ളി 3 നേരം. അതെ. ഓക്കെ. വേറെ ഇപ്പം നമ്മൾ CRP നോക്കണം, RA നോക്കണം. അതെ. ഓക്കെ. മറ്റേ ക്രിയാറ്റിനൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ യൂറിന് ഒന്ന് നോക്ക്. യൂറിൻ ഒന്ന് കൾച്ചറും ചെയ്ത് നോക്ക്. യൂറിന്റെ റൊട്ടീനും ഒക്കെ എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യും. യൂറിൻ നന്നായിട്ടൊന്ന് നോക്ക്. ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ശരി. ഓക്കെ ഡോക്ടറെ, ഇനി അടുത്തത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? മാഡത്തിന് എന്തോ നേരത്തെ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഒരു കൊച്ചു കേസ് പറയാം. ഒരു ചെറിയൊരു കേസ്. അത് എനിക്കൊരു പേഷ്യന്റ് വന്ന് ദേഹം മുഴുവൻ ചൊറിച്ചിലാണ്. വേറെ ഒന്നും കേസില്ല. ഞാൻ അൾട്ടിക്കേറിയ പോലൊന്നുമില്ല. പക്ഷേ ചൊറിച്ചില്. പിന്നെ കേസ് എടുത്തെല്ലാം നോക്കി ഒരു രക്ഷയില്ല. ഒരു സാധാരണ നമ്മൾ സ്കിന്ന് മെഡിസിൻസ് ഒക്കെ കൊടുത്ത ഒരു രക്ഷയില്ല. അവസാനം നോക്കി ചോദിച്ചു വന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന്. കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ ഭയങ്കരമായിട്ട് പറയാനില്ല, എങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ വിചാരിച്ചിട്ട് അപ്പൊ നോക്കിയിട്ട് ഞാൻ റെപ്പർട്ടറി നോക്കിയപ്പോ കണ്ടത് കോൺസ്റ്റിപ്പേഷൻ അക്കമ്പനീഡ് ബൈ സ്കിൻ ഇച്ചിങ്ങിനകത്ത് ഉള്ള ഒരൊറ്റ മരുന്നേ ഉള്ളായിരുന്നു, ഡോളിക്കസ്. ഇപ്പൊ അത് കൊടുത്തപ്പോ അവരുടെ കേസ് ശരിയായി. അപ്പൊ നമ്മൾ അതിനകത്ത് രണ്ട് ശരിയായി. കോൺസ്റ്റിപ്പേഷനും ശരിയായി, ഇച്ചിങ്ങും മാറി. അപ്പൊ അവര് വർഷങ്ങളായിട്ട് ഇച്ചിങ്ങും കൊണ്ട് നടക്കും. അതാണ് കൂടുതൽ ആളാണ്. പിന്നെ ഒരു ഡോസ് സൾഫറും കൊടുത്തു. അപ്പൊ പിന്നെ ഇച്ചിങ് എല്ലാം അതിന്റെ പാട്ടിന് പോയി. അപ്പൊ അതുപോലെ
അത് കേസ് ഇപ്പൊ ഞാൻ ഓർത്ത് പെട്ടെന്ന്. പിന്നെ പിന്നെ പറ, ആരെങ്കിലും ചോദിക്കണോ? മാഡത്തിന് എന്തോ ചെറിയ എന്തോ? അല്ല, ഞാൻ നോക്കിയത് എന്തെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നില്ല ഒന്നും. എന്തെങ്കിലും നിങ്ങൾ ചോദിക്കും. എന്നോട് പറഞ്ഞ കേസൊന്നും പറയണ്ട, അവർ ചോദിച്ചോളും. നമുക്ക് ഇംഗ്ലീഷ് ഡോക്ടറോട് ഒപ്പമെന്നുള്ള, അതുകൊണ്ട് ഞാൻ എങ്കിലും 2 കേസ് പറയണമല്ലോ എന്ന് പറഞ്ഞ് നോക്കി വെച്ചതാണ്. അപ്പൊ നിങ്ങളെ ചോദ്യം വരുന്നില്ലല്ലോ, എന്ത് പറ്റി? ഹലോ, ആർക്കും ഒന്നും ചോദിക്കണ്ടേ? ഞാൻ പറയാം എന്തെങ്കിലും ഒക്കെ അല്ലേ, ടിപ്സ് എന്തെങ്കിലും പറഞ്ഞുതരാം. അപ്പം നമുക്ക് സാധാരണ നോക്കിക്കോട്ടെ. സാധാരണ നെവർ ബെൽ സിൻസ്, അതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് സാധാരണ ചൈൽഡ്ഹുഡ് ഡിസീസസിന് ശേഷം നെവർ ബെൽ ആയിട്ടുള്ളതാണെങ്കിൽ സൾഫറും സോറിനും കൊടുക്കാം. അതുപോലെ നമ്മൾ പേഷ്യൻ്റ് കേസ് എടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഇൻഫൻറ്റൈൽ ജോണ്ടിസ് ഉണ്ടെങ്കിൽ പിന്നെ കേസ് എന്ത് ചോദ്യം? കൊച്ച ഓണാക്കി ചോദ്യം, ക്വസ്റ്റ്യൻ കണ്ടില്ല, അതങ്ങ് പോയി. പിന്നെ ഇൻഫൻറ്റൈലായിട്ട് ജോണ്ടിസ് ഉണ്ടായിരുന്ന ഒരു കേസിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇക്ടറസ് ഒക്കെ ഉണ്ടായിരുന്നോ ചെറിയ പ്രായത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഹിസ്റ്ററി കിട്ടുവാണെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് 1 ഡോസ് തൈറോയിഡിനും കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ പിന്നെ കുട്ടികളുടെ പിന്നെ സിവിയർ അറ്റാക്ക് ഓഫ് മീസിൽസോ വോപ്പിംഗ് കഫോ ഒക്കെ വന്നിട്ടുള്ള കേസ്, അത് കുട്ടികളിലല്ല, വലിയവർക്ക്. ഇപ്പോഴങ്ങനത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ലല്ലോ. നമ്മൾ പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ മീസിൽസ് വന്നിട്ടുണ്ടെങ്കിലും വോപ്പിംഗ് കഫ് വന്നിട്ടുള്ള കേസസിലാണെങ്കിൽ നമുക്ക് ട്യൂബർക്കുലിനും കൊടുത്തിട്ട് മെഡിസിൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓക്കെ, അറിയാം. നമ്മൾ നെവർ ബെൽ സിൻസ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 4 മെഡിസിനാണ് ഉള്ളത്. അതിൽ പിന്നെ സൾഫറും കാർബോബീജും ഫോസ്ഫറസും, അത് ലൈക്കോപോഡിയത്തിനും പറയുന്നുണ്ട് കാലികാർബ്, കാലിസൾഫ്. പിള്ളേർക്കൊക്കെ കാലിസൾഫ് ന്യൂമോണിയ എപ്പോഴെപ്പോഴും ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമ്മൾ പിന്നെ അധികം ഈ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അധികം അത് വകവയ്ക്കാതെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് കാലിസൾഫ് കൊടുക്കാം. പിന്നെ ഹെഡ് ഇഞ്ചുറിയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാട്രോസൾഫ്. പിന്നെ അബ്ഡമൻ ഓപ്പറേഷൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സ്റ്റാബിസാഗ്രിയ കൊടുക്കാം കേട്ടോ. ഇത്രയൊക്കെ ഇപ്പം അവിടെ ഇവിടെ നോക്കിയപ്പോൾ കിട്ടിയതാ. പിന്നെ ഒളിഗോ ഹൈഡ്രാമിനോസിസ് ആണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ, പിന്നെ ഫ്ലൂയിഡ് കുറഞ്ഞു പോകുന്നു എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് വൈബ്രിനം പ്രൂണിഫോളിയം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഹൈഡ്രാമിനോസിസിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ചോറിന്. പിന്നെ മുമ്പേ പറഞ്ഞ കോൺസ്റ്റിപ്പേഷന്റെ വേറൊരു കാര്യം പറഞ്ഞേക്കാം. പിന്നെ ഫേസിൽ ഇറപ്ഷൻസ്, നമുക്ക് കൂടുതലും മുഖക്കുരുവും കൊണ്ട് കുട്ടികൾ വരുവാണെങ്കിൽ കോൺസ്റ്റിപ്പേഷനുള്ള സംഭവത്തിലാണെങ്കിൽ നമുക്ക് പിന്നെ കാൽക്കേറിയ സിലിക്കേറ്റ ഒരു നല്ല മരുന്നാണ്. പിന്നെ അതും നെക്സോമിക്കയും, ഈ 2 മരുന്ന് കൊടുത്താലും നമുക്ക് അതിനകത്ത് ആക്ഷൻ കിട്ടും. പിന്നെ കോൾഡാണ്, കോൺസ്റ്റിപ്പേഷൻ വെച്ചിട്ട് എപ്പോഴും കോൾഡ് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആറമ്മൂർ നാറ്റും കൊടുക്കാം. അത് നല്ല മരുന്നാട്ടോ. എനിക്കതൊരിക്കൽ കേട്ടിയ ഇതിപ്പം ഒരു കേസ്, ഒരു കുട്ടിക്ക് പിന്നെ സ്ഥിരം കോൾഡ് മാറുന്നേ ഇല്ല, കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. നമ്മൾ ബ്രയോണിയ അത് ഇതൊക്കെ കൊടുത്ത്, പക്ഷെ ആ കേസ് എനിക്ക് ഇതായിട്ട് കിട്ടിയത് ഓറമ്മൂർ നാറ്റിലാണ്. അത് 30 പൊട്ടൻസി ഡെയിലി 3 ഡോസ് വീതം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോൺസ്റ്റിപ്പേഷൻ മാറി. ഈ കോൺസ്റ്റിപ്പേഷൻ മാറി കഴിഞ്ഞപ്പോൾ നെയ്സൽ കറ്റാറ അങ്ങ് ഇതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ നമ്മുടെ പിന്നെ നെയ്സൽ കറ്റാറ മാറാതെ നിൽക്കുന്ന, എപ്പോഴും വെറ്റ് നോസായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ല മരുന്നാണ് പെന്തോറ.
പെന്തോറം തേട്ടി അത് ഒരാഴ്ചയൊക്കെ. അപ്പൊ നമ്മളിപ്പോ കാൽക്കറിയ കാർബ് കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ല ഏതായാലും ട്യൂബർക്കുലിനായാലും കാൽക്കറിയ കാർബ് ആയാലും മെഡോറിനായാലും ഏതെങ്കിലും അത് ഒരു ഡോസ് എയർ പൊട്ടൻസി കൊടുത്തിട്ട് നമുക്ക് പിന്നെ കൊടുക്കാവുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത് പിന്നെ പെന്തോറം റിപ്പീറ്റഡ് ആയിട്ട് പോകാം. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല കേസ് നന്നായിട്ട് നമുക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ഉണങ്ങി എന്ന് പറയും. പിന്നെ അത് ഒലിപ്പില്ല ഡോക്ടറെ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് പെന്തോറം നല്ലതാണ്. അതുപോലെ സ്കിന്നിന്റെ എറപ്ഷൻസ് ഒക്കെ പിന്നെ കൂടുതലായിട്ട് വരാം. കൂട്ടത്തിൽ കോൺസ്റ്റിപ്പേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊപ്പൈവ അത് നല്ല മരുന്നാണ്. എനിക്ക് അതും കേസ് ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കേസുകളാണ്. സ്കിൻ എറപ്ഷൻസ്, അർട്ടിക്കേറിയ മാറാതെ നിൽക്കുന്നു, അത് ചോദിച്ച് വരും. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ചോദിക്കണം. കോൺസ്റ്റിപ്പേഷനുള്ള കേസസിൽ ഈ പിന്നെ സ്കിൻ എറപ്ഷൻസ് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മരുന്നെന്ന് പറയുന്നത് കൊപ്പൈവയാണ്. അപ്പം അങ്ങനെ കൊപ്പൈവയും കൊടുത്ത് മാറ്റിക്കിട്ടും. കൊപ്പൈവയുടെ പൊട്ടൻസി എന്ന് പറയുന്നത് 200 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 200 റിപ്പീറ്റ് ചെയ്ത് രാവിലെ വൈകിട്ട് BD ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് മാറും. കോൺസ്റ്റിപ്പേഷൻ വിത്ത് പിന്നെ ഇത് വേം ട്രബിൾ കുട്ടികൾക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഫെലിക്സ് മാക്സ് ആണ് ഏറ്റവും നല്ല മരുന്ന്. പിന്നെ ഒരു കണ്ടീഷൻ കോൺസ്റ്റിപ്പേഷൻ വിത്ത് പിന്നെ